ഹലോ മക്കളെ, വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. അപ്പോൾ എല്ലാവർക്കും ഓണം എക്സാം ആവാനായി അല്ലേ? നിങ്ങൾ എല്ലാവരും എക്സാമിന് പഠിക്കുന്ന തിരക്കിലായിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ 10ാം ക്ലാസ് ഫിസിക്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ പോകുന്നതെന്നും ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ ടോപ്പിക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയാലോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് വേവ്സ് അതുപോലെ തന്നെ ലെൻസ് എന്ന ചാപ്റ്റർ മുഴുവനായിട്ടും പഠിക്കേണ്ടതുണ്ട്. വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗങ്ങളുമാണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അറൌണ്ട് ഒരു 16 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. അറൌണ്ട് ഒരു 18 മാർക്സ്, കൂടുതൽ മാർക്സ് വരാൻ പോകുന്നത് ലെൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. ഇനി അറൌണ്ട് ഒരു 6 മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ 2 ചാപ്റ്റർ മുഴുവനായിട്ടും ഒരു ചാപ്റ്ററിന്റെ കുറച്ച് പോർഷൻസുമാണ് നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാനുള്ളത്. ഇനി ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ ടോപ്പിക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. സൗണ്ട് വേവ്സിലേക്ക് വരികയാണെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ് എന്ന ടോപ്പിക്കും വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സും പ്രൊപ്പഗേഷൻ ഈ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സൗണ്ടിന്റെ റിഫ്ലക്ഷൻ ആൻഡ് എക്കോ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സോ ഇതാണ് നിങ്ങൾ സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട 3 പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി ലെൻസിലേക്ക് വരികയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ ഇമേജ് ഫോർമേഷൻ ആൻഡ് റേ ഡയഗ്രംസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിനുശേഷം ലെൻസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ലെൻസ് ഫോർമുല, മാഗ്നിഫിക്കേഷൻ, പവർ, ഇത്രയും ഏരിയാസ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിൽ നിന്നും നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷനിലേക്ക് വരികയാണെങ്കിൽ ഡിസ്പേഷൻ ഓഫ് ലൈറ്റ് നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ EM സ്പെക്ട്രം, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നെ റേഡിയേഷന്റെ യൂസ് ചെറിയ ഏരിയ ആണ്, ആ ഏരിയയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഈ ചാപ്റ്റർ മുഴുവനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, മുഴുവനായിട്ട് പഠിക്കാനുള്ളത് നമ്മുടെ ലെൻസും സൗണ്ട് വേവ്സുമാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ഓണം എക്സാമിന് ഫിസിക്സിൽ ശ്രദ്ധിക്കേണ്ട ടോപ്പിക്കുകൾ. ഓക്കെ, സോ ഇത്രയും ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓണം എക്സാം ഫിസിക്സ് സെറ്റാണ്. ഇനി നമ്മുടെ റേസിന്റെ ഫൗണ്ടേഷൻ ബാച്ചിൽ നിങ്ങൾ ഓഗസ്റ്റ് 10 മുന്നേ എൻറോൾ ചെയ്യുകയാണെങ്കിൽ, രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 70% സ്കോളർഷിപ്പ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഓഗസ്റ്റ് 10 മുന്നേ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ റേസിന്റെ ഫൗണ്ടേഷൻ ബാച്ചിൽ നിങ്ങൾക്ക് 70% സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതാം.